നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ആനന്ദിക്കുന്ന ഒരാളാണ് ഞാൻ. ചില കേസസില് തോന്നാറുണ്ടെങ്കിലും കൂടെ. ഹായ് ആമി, ഞാൻ സെനോ ബിടിഎസിന്റെ ഇന്ദുവാണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബിടിഎസിന്റെ അണ്ണന്മാര് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. അണ്ണന്മാരെന്ന് വിളിച്ചതിന്റെ പേരിൽ എന്റെ കഴുത്തി കത്തി വെക്കരുത്. ഒന്നാമതെ തൈറോയിഡ് കൂടി ഇരിക്കുക. ഒപ്പമാരും എനിക്ക് 6 ഒപ്പമാരും ഒരു അനിയൻകുട്ടനും. ഇവന്മാര് ഇവിടെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ചില കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാനാണ് ഞാൻ ഇപ്പോ ഇവിടെ വീഡിയോ ഇടുന്നത്. ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോകണ്ടവർക്ക് ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോകാം. കാര്യം എനിക്ക് മൊത്തം ഹേറ്റേഴ്സ് ആണല്ലോ ആർമീസിന്റെ ഇടയിൽ. എന്താ കാര്യം, ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിൽ കൂടെ സംസാരിച്ച് എന്റെ ആർമി കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ ഞാൻ എന്റെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് ആർമി കുട്ടികളെ ആഡ് ചെയ്യുന്നു. പോരാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയ പറ്റുന്ന പോലെ ചെറിയ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദ്രോഹവും ക്രൂരതകളുമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഹേറ്റേഴ്സ് കൂടുന്നു. ചാരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ആർമി നമ്മുടെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോശമായിട്ട് തോന്നണ്ട. പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരി അമ്മു, അങ്ങനെ 1-2 പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ജസ്റ്റ് വൺസ് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ഏറ്റെടുക്കാനായിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ട്. നമ്മൾ എല്ലാവരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും വരുന്നവരല്ല, സത്യമല്ലേ? ഒരു ഡ്രസ്സ് പോലും ഇടാൻ കഴിയാത്ത ഒരുപാട് സാധാരണ പിടിച്ച പാവപ്പെട്ട കുട്ടികൾ ആർമിക്കിടയിലും ഉണ്ടാകാം, നിങ്ങളുടെ കൂട്ടത്തിൽ കൂടെ പഠിക്കുന്നവരിലും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ പുറത്തൊന്നും എടുത്തില്ല. ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത ഡ്രസ്സാണ്, അതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതല്ല ഒരാൾക്ക് വേണം എന്നുള്ളെങ്കിലാണെങ്കിലും ശരി, നിങ്ങൾക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം. കാര്യം നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ആയിരിക്കും, ഒരിക്കലും മോശമായിട്ടുള്ള ഡ്രസ്സുകൾ തരത്തില്ല. അപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പൊ അത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നെ കണ്ടുകൂടാ. ആർമിക്കിടയിലുള്ള ടോക്സിക്സിനെ എന്നെ കണ്ടുകൂടാ. എന്തുകൊന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിൽ ആ സൈഡിലോട്ട് അങ്ങോട്ട് മാറി നിന്നോണ്ട് ഒച്ചവെക്ക്. എനിക്ക് ആരെ എന്നെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തണമെന്ന് ഒരാഗ്രഹവും ഇല്ല. എന്റെ വീഡിയോ കാണുന്നത് ബിടിഎസിന്റെ ആർമി മാത്രമല്ല, ഹേറ്റേഴ്സ് വരെ കാണുന്നുണ്ട്. ഇന്ന് വരെ ഒരാളും എന്നെ മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ ടോക്സിക് ഫാൻഡത്തിനകത്തുനിന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിപ്പം വന്നതെന്ന് പറഞ്ഞാല് അടുത്ത സാധനം എന്തോന്നടി ഇത്, ഒരു മനുഷ്യ സ്ത്രീയടി. ഞാൻ അള്ളി പൊളിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. ബിടിഎസിന്റെ സ്വന്തം ആർമി കുട്ടികൾക്ക്, ഇന്ദുമയുടെ സ്വന്തം ഓമന കുട്ടികൾക്ക് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സെനോ ബിടിഎസ് എന്നും പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാം ID സെനോറിറ്റ പോൾക്ക, പോയി ഫോളോ ചെയ്തോ. അതിലും കുറെ കണ്ടന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് എങ്ങോട്ടാ ഈ പോക്കെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ജെഹോപ്പിന്റെ കില്ലിങ് ഇറ്റ് ഗേൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എനിക്ക് ആ മ്യൂസിക് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാനോ സോങ് ഇവിടെ പ്ലേ ചെയ്യാനോ ഒരു നിർവാഹവും ഇല്ല. കാര്യം കോപ്പിറൈറ്റ് കിട്ടും. ഒരു 15 സെക്കൻഡിന് അകത്തുള്ള ഒരു ഷോർട്സ് ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇങ്ങനത്തെ വീഡിയോസിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കില്ലിങ് ഗേള് നമ്മൾ വിചാരിക്കുന്നതിനും ഹൈ ലെവലിലേക്ക് പോയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ 22-23 മില്യൺ അടുത്തായിട്ടുണ്ട് വ്യൂ. അതുപോലെ തന്നെ ഹോട്ട് 100 ബിൽബോർഡ് ഹോട്ട് 100ൽ 40ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കില്ലിങ് ഇറ്റ് ഗേൾ. ഒരു K-pop സോളോസിനെ സംബന്ധിച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏറ്റവും ഉയർന്നൊരു റാങ്കിങ്ങിലാണ് ജെഹോപ്പിന്റെ കില്ലിങ് ഇറ്റ് ഗേൾ. എന്നതാ ആ ചേച്ചിമാരൊക്കെ നോക്കുന്നത് കണ്ട, പണ്ട് കുക്കിമോള് കാണിച്ച പോലെ ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ വന്ന് ഷോ കാണിക്കും. എന്നിട്ട് ചത്തുപോയി കഴിയുമ്പം ഇന്ദുമ പട്ടിണി കിടന്ന് കരയും. ഇന്ദുമേനെ കൊണ്ടുപോയി കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രി കൊണ്ടുപോയി ഓക്സിജൻ ഇട്ടേച്ച് വാൽവും പോയി കിടക്കും. ഇങ്ങനെ ഷോ ഓഫ് എത്രയാന്ന് നോക്കണേ. ഒരു സോളോയിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഹോബിറ്റ്സിന്റെ ഈ ഒരു 40ാം സ്ഥാനത്ത് ഹോട്ട് 100 ബിൽബോർഡിൽ വന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ യുഎസില് ഏറ്റവും കൂടുതൽ വിറ്റുപോയ മ്യൂസിക് വീഡിയോ ആയിട്ടും നമ്മുടെ കില്ലിങ് ഇറ്റ് ഗേൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുന്നുണ്ട്. കാര്യം ഹോബിറ്റ്സിന്റെ ഓരോരോ പടികളുടെ ഉയർച്ചകളും കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ആനന്ദിക്കുന്ന ഒരാളാണ് ഞാൻ. ചില കേസസില് തോന്നാറുണ്ടെങ്കിലും കൂടെ അതിന്റെ റീൽസ് ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇതിന്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേ നോക്ക്. ജെഹോപ്പിന് ഫോളോവേഴ്സ് ഒക്കെ കൂടാൻ തുടങ്ങി. ഒന്ന് ടിക്ടോക്കില്, ഇൻസ്റ്റഗ്രാമില്, അതുപോലെ തന്നെ ഇത്രയും നാൾ കണ്ടതിൽ വെച്ചിട്ടും യൂട്യൂബില് ജെഹോപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കമന്റ്സിന്റെ എണ്ണം കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ജെഹോപ്പിന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സോങ്.
അതുപോലെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചേഞ്ച് ആയി. ഇനിയിപ്പോ അദ്ദേഹത്തിന് വെച്ചടി കയറ്റമാണ്, കൊളാബ്സ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് പേരുമായിട്ട് കൊളാബ്സും കാര്യങ്ങളും ഒക്കെ ഇനി വരാൻ കിടക്കുന്നു. അത് പറഞ്ഞപ്പോ ഒരു കാര്യം, എന്റെ ഫേവറേറ്റ് ആണ് ലാറ്റിൻ സിംഗർ ഡാഡി യാങ്കെ. കേട്ടിട്ടില്ലേ? ഡെസ്പാസിറ്റോ, ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ പാടിയ നമ്മുടെ സ്വന്തം ഡാഡി യാങ്കെ. അപ്പോ കൂക്കിയും ഡാഡി യാങ്കയും കൂടെ കൊളാബ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. മുൻപോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മുടെ ഹോബിറ്റ്സിന്റെ ഈ ഒരു കേസ് വിട്ടു. അപ്പൊ ഹോബിറ്റ്സിന്റെ ലെവല് കൂടി വരികയാണ്. ഇനി അങ്ങ് പിടിച്ചാൽ കിട്ടുന്നത് കിലിനെറ്റ് ഗേൾ കണ്ടിട്ട് എനിക്ക് ഒരു രാത്രി ഉറക്കം വന്നില്ലെന്നേ. എന്നാലൊക്കെ എന്നതായത് ഞാൻ വല്ല ചാക്കും പറിച്ചു പിടിപ്പിക്കും ഈ കോലത്ത് ഇതിനെ കൂടെ നടന്ന. ഈ കോലത്തിൽ കടന്നേച്ചുള്ള പെൺപിള്ളേരെല്ലാം കൂടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ടോക്സിക് ആക്കരുത്. ഇപ്പൊ ഇത് കാണുമ്പോൾ എന്റെ കമന്റ് വരും, ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഓവറാന്ന് പറഞ്ഞിട്ട്. സത്യമല്ലേ? ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു സെലിബ്രിറ്റീസ്. ഒരു ഇടക്കാലമായപ്പോ ഒന്ന് ചമ്മി പോയിന്നേ ഉള്ളൂ. ഓക്കെ, ടോക്സിക് സാധനങ്ങൾ നോക്കിയിരിക്കും എന്നതാ ഇവക്ക് കമന്റ് ഇടണ്ടേന്ന്. അപ്പൊ ആർമി, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്തുമ്മയ്ക്ക് ഗോഡ് ക്ഷീണം. ഇന്നത്തെ ദിവസം അടുപ്പിച്ച് എത്ര വീഡിയോ എന്നറിയോ? 2 റീൽസ്, ഒരു ഫുൾ വീഡിയോ, ഇത് വേറൊരു വീഡിയോ. അതിന്റെയൊക്കെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇതിന്റെ എഡിറ്റിംഗ് നാളെ. ഓൾവേസ് ഇന്തുമ്മ ഗോഡ് പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ്. ആർമി, നിങ്ങൾക്ക് ഏത് ഇന്തുമ്മ വേണം? ഇങ്ങനത്തെ ആക്റ്റീവ് ആയിട്ടുള്ള ഇന്തുമ്മ വേണോ അതോ മെച്ചൂർ ആയിട്ട്? അപ്പൊ ആർമി, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇന്തുമ്മ വേണോ? ഏത് വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യം കാണിച്ച റിയൽ ഇന്തുമ്മ. എന്റെ അമ്മയോട് ചോദിച്ചാൽ മതി റിയൽ ഇന്തുമ്മ എന്താണ്. നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് 2 ദിവസം എന്റെ കട്ടിന്റെ അടി ഒളിച്ചിരിക്കും ഞാൻ അറിയാതെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റിയൽ ഇന്തുമ്മ ആരാന്ന്. എന്റെ പട്ടിക്ക് സ്വൈര്യമില്ല, എന്റെ പൂച്ചയ്ക്ക് സ്വൈര്യമില്ല, അയൽവക്കത്തെ നാട്ടുകാർക്ക് സ്വൈര്യമില്ല, എന്റെ പെറ്റമ്മയ്ക്ക് പോലും ഇവിടെ സ്വൈര്യമില്ല. ഇവിടെ കടന്ന് ബഹളം വെച്ച് ഞാൻ അറുമതി കഴിഞ്ഞാടും. എന്റെ മിക്കിയൊക്കെ നോക്കി എന്റെ കൂടെ എനിക്ക് ഡാൻസ് ചെയ്യും. DJ ടി ഞങ്ങളോട് ഡാൻസാ. എന്റെ കുട്ടും മിക്കി. എന്റെ കുട്ടു എന്നെ കാണുമ്പോഴേ ചാടി നിൽക്കും. എന്റെ പൂച്ചയാണെങ്കിലും ഇവിടെ കയറിയിട്ട് എന്റെ കരണത്തടി. അത്ര വില എനിക്ക് പൂച്ചയെ കൂടെ തരുന്നേ. ഇതുപോലത്തെ ഇന്തുമ്മയാണ് റിയൽ ഇന്തുമ്മ എന്ന് പറഞ്ഞാല്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ചാനലൊക്കെ അല്ലേ, കുറച്ചൊക്കെ ആക്ട് ചെയ്യും. വലിയ ഷോ ആണ് ചെയ്ത്. എന്നാന്ന് പറയാം, മെറ്റലാ. എന്റെ മൂക്ക് ചടഞ്ഞു പോയന. അല്ലേ തന്നെ എന്നെ വെറും കണ്ണാപ്പിയായിട്ട് കാണരുതാണ്. ഐ എം ഓൾവേസ് ഹാപ്പി വിത്ത് യു. സാലായോ, ബൈ.